എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ എനിക്ക് തിരഞ്ഞു പിടിച്ച് പകരം ചോദിക്കണം. മുക്ത, ഒന്നിവിടെ നിന്നേ. എന്താ ആയിഷേ? ഞങ്ങളുടെ റൂമിന്റെ പുറത്ത് നിനക്ക് എന്തായിരുന്നു പരിപാടി? ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുമായിരുന്നോ? ഞാൻ എന്തിനാ നിങ്ങൾ സംസാരിക്കുന്നത് ഒളിച്ചു കേൾക്കുന്നത്? ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാ തിരിച്ചു വന്നത്. നിങ്ങളുടെ മുറിയുടെ മുന്നിൽ കൂടെ പോയപ്പോ റിസോർട്ടിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വരുമെന്ന് കരുതി ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. തൽക്കാലം നിന്റെ സഹായം ഒന്നും ഞങ്ങക്ക് വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ചോദിച്ചോളാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ. എന്നെ കൊണ്ട് പോസിബിൾ ആകുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്തുതരാം. പോട്ടെ. നമ്മൾ സംസാരിച്ചതെല്ലാം അവള് കേട്ടുകാണോ? ഏയ്, അവള് വന്നപ്പോ തന്നെ ഞാൻ കണ്ടു. കാര്യമായിട്ടൊന്നും കേട്ട് കാണില്ല. നീ വാ. പാവം പാർവതി. ഇനി അവൾ എത്ര തവണ റിസോർട്ടിലേക്ക് പോയി മാനേജറോട് ചോദിച്ചാലും അവൾക്ക് ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ല. അയാളെ ഞാൻ വേണ്ടതുപോലെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കാം. ഇതെങ്ങാനും ആ പാർവതിയുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അതോടെ എന്റെ എല്ലാ കളികളും പൊളിഞ്ഞേനെ. ഞാനാണ് പാർവതിയെ അവസ്ഥയിലാക്കാൻ കൂട്ടുനിന്നാന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ കൈലാഷിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വന്നേനെ. ഓ, അങ്ങനെ സംഭവിക്കാത്തത് ഭാഗ്യം. തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ആരാ? ആരാണെന്ന് ചോദിച്ചാ കേട്ടില്ലേ? നിങ്ങൾക്കെന്താ എന്റെ മുറി കാര്യം? കുറച്ചു നേരം മുൻപല്ലേ നീ എന്ത് സഹായം വേണമെങ്കിലും മടിക്കാതെ ചോദിച്ചോളാൻ പറഞ്ഞത്? അതുകൊണ്ട് എനിക്കിപ്പോ ഒരു സഹായം വേണം. എന്ത് സഹായം? നീ ഇന്ന് മീറ്റിംഗിന് പോയ റിസോർട്ടിൽ വെച്ചല്ലേ നമ്മുടെ കമ്പനിയുടെ 25ാം വാർഷികം ആഘോഷിച്ചത്? അതെ. ഞങ്ങൾക്ക് ആ ദിവസത്തെ അവിടുത്തെ CCTV ഫൂട്ടേജ് വേണം. ഇവളെന്താ എന്നോട് തന്നെ വന്ന് സഹായം ചോദിക്കുന്നത്? ഞാൻ സഹായിക്കാന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് ഇവൾക്ക് മനസ്സിലായില്ലേ? നിനക്കെന്നെ സഹായിക്കാൻ പറ്റോ? ഈ കാര്യത്തിൽ ഞാൻ തന്നെ എങ്ങനെ സഹായിക്കാനാ? നിനക്ക് ആ റിസോർട്ടിലെ മാനേജറിനെ അടക്കം പല സ്റ്റാഫുകളെ അറിയില്ലേ? നീ വിചാരിച്ചാ ആ ഫുട്ടേജ് എളുപ്പത്തിൽ കിട്ടില്ലേ? നിങ്ങൾക്കെന്തിനാ ആ റിസോർട്ടിലെ ഫുട്ടേജ് വേണ്ടത്? എന്റെ കമ്പനിയുടെ മുതലാളി അങ്ങ് ഓസ്ട്രേലിയയിലാ. അദ്ദേഹത്തിന് കമ്പനിയുടെ ഒരു ഫംഗ്ഷൻ റിസോർട്ടിൽ വെച്ച് നടത്തണമെന്നുണ്ട്. ആ പരിപാടിയുടെ ഫുട്ടേജ് കിട്ടിയാ അതിന് പറ്റിയ സ്ഥലമാണോ അതെന്ന് അദ്ദേഹത്തിന് കണ്ട് തീരുമാനിക്കാലോ.
ഓ, എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ? അല്ല, അതിന് അന്നത്തെ ഫുട്ടേജ് തന്നെ വേണോന്ന് എന്റെ അത്ര നിർബന്ധം? അതിനുശേഷവും അവിടെ എത്രയോ പ്രോഗ്രാംസ് നടന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന്റെ കിട്ടിയാ പോരെ? അത് നിന്റെ മുതലാളിക്ക് അയച്ചു കൊടുത്താം. അത് കണ്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുമല്ലോ. അത് പോരാ, ഞങ്ങൾക്ക് അന്നത്തെ തന്നെ വേണം. നിനക്കെന്നെ സഹായിക്കാൻ പറ്റോ? പാർവതി, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞപ്പോ നീ വല്ലാതെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ആ റിസോർട്ടില് എന്തെങ്കിലും പ്രോഗ്രാം നടത്താനാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഡിസ്കൗണ്ട് വാങ്ങി തരാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആ റിസോർട്ടില് CCTV ഫുട്ടേജ് വാങ്ങി തരാനും മാത്രം ബന്ധങ്ങളൊന്നും എനിക്കില്ല. എത്ര വലിയ ആളുകൾ വരുന്ന റിസോർട്ടാ അത്. അതിന്റെ CCTV ഫുട്ടേജ് ആരെങ്കിലും വന്ന് ചുമ്മാ ചോദിച്ചാ അവര് കൊടുക്കൂ? അവര് ഞങ്ങൾക്ക് ഫൂട്ടേജ് തന്നു വിട്ടാലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് തന്നെ ഫൂട്ടേജ് പരിശോധിച്ചോളാം. നിങ്ങളുടെ കമ്പനിക്ക് ആ റിസോർട്ടിന്റെ ഉടമസ്ഥനുമായി നല്ല സൗഹൃദം ഇല്ലേ? അതല്ലേ നിങ്ങളുടെ കമ്പനിയുടെ പരിപാടികളെല്ലാം അവിടെ വെച്ച് നടത്തുന്ന. അപ്പോ ആ കമ്പനിയുടെ CEO ആയ നീ ഒരു സഹായം ചോദിച്ചാ റിസോർട്ടിന്റെ ഉടമസ്ഥൻ ചെയ്തു തരില്ലേ? റിസോർട്ടിൽ വരുന്നവരുടെ സ്വകാര്യതയെ ബഹുമാനിച്ച് അദ്ദേഹം അതിനെ സമ്മതിച്ചെന്ന് വരില്ല. ഇനി എങ്ങാനും ഞാൻ സമ്മതിപ്പിച്ചാ തന്നെ ആ പാർട്ടി നടന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ? 2 മാസത്തിന് മേലെയുള്ള ഫുട്ടേജ് ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അവരത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത്